ചങ്കൂറ്റത്തിന് ശബ്ദം ഉണ്ടാക്കിയതാണ്. തൊണ്ടയ്ക്ക് നല്ല ശബ്ദം വരാം. ഇന്ത്യൻ സിറ്റിസൺ ഇന്നലെ പായങ്ങാടി പോലീസ് സ്റ്റേഷനിൽ രാത്രി പോയാലോ സർക്കാർ വണ്ടി എടുത്തിട്ട് ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ എസ് ഐ സുഹൈബ് കെ ഈ വണ്ടിയിൽ വന്നിട്ട് ഇറങ്ങിയിട്ട് കയറുമ്പോൾ ഇന്ത്യൻ സിറ്റിസനെ കണ്ടിട്ടുണ്ടാവില്ല, മനസ്സിലായിട്ടുണ്ടാവില്ല. ഇറങ്ങിയിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. ലക്ഷ്മി പ്രിയ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് വേറൊരു എസ് ഐ ആണ്, കേക്ക് മുറിച്ച എസ് ഐ. അത് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നിട്ട് അതിനോട് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് അതിനോട് രണ്ടാളും കൂടി സംസാരിച്ചിട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ ബാക്കോട്ടേക്ക് വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് കൂടി ബാക്കോട്ട് ഇന്ത്യൻ സിറ്റിസൺ നിൽക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് മുന്നോട്ടേക്ക് കൂടി പോകുമ്പോൾ ലക്ഷ്മി പ്രിയയും ഈ ചങ്ങായും സുഹൈബ് കെ പ്രിൻസിപ്പൽ എസ് ഐ ഇന്ത്യൻ സിറ്റിസനോട് ചെക്കീറ നാളെ വേടാ ഇപ്പം അല്ല. അപ്പം ഇന്ത്യൻ സിറ്റിസൺ പറഞ്ഞ് മേലോട്ട് നോക്കിയിട്ട് പറഞ്ഞ് പഠിച്ചോനെ പോടാം. അപ്പം ഈ ചങ്ങായി പോടാന്ന് മാത്രം കേട്ട് അന്നേരം പറഞ്ഞ് വീട്ടിൽ പോയിട്ട് വിളിക്കണം. അപ്പോൾ പോകുന്നത് അടുത്തേക്കാണ് ഒരു പ്രൈവറ്റ് വണ്ടിയിലേക്കാണ് പോയിന്. അതാണ് എനിക്ക് കളിക്കാൻ പോകുന്നത്. പ്രൈവറ്റ് വണ്ടിൻ്റെ നമ്പർ ഇതാണ് KL10AR2402. ഇത് വെള്ള കളറിലല്ലേ? ആ അങ്ങനെ ഇത് വെള്ള കളറിൽ. അപ്പം ഇതോ ഇതാരെ പേരിലാന്ന്? ഇത് യൂനുസ് MT. അപ്പം യൂനുസ് MT ഡ്രൈവറെ വണ്ടിയെ. അപ്പം ഇതോ ഇബ്രാഹിം ഖേ. എന്താ പേര്? ഇബ്രാഹിം ഖേ. അങ്ങനെ കണ്ടാൽ മതി. ഇതാ ഇബ്രാഹിം ഖേ ആണ് ഇതിൻ്റെ ഫുൾ ഫോം. കാരണം ഷുഹൈബ് ഖേ എല്ലാം മലപ്പുറത്ത് നിങ്ങൾ കയറി വരുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ അന്വേഷിക്കാൻ പോയതാണേ. അപ്പോൾ ഈ ചങ്ങായി അതിൻ്റെ ബാക്കിലേ പോയിട്ട് ഈ വണ്ടിയിലെ കയറിയിനി. നമ്പർ എഴുതിയെടുത്ത് അങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ മാടായിക്കാർ ആരോ ചെറിയ പൈസക്ക് വാടകയ്ക്ക് ഫാമിലി നിർത്തിക്കാൻ കൊടുത്തിട്ട് പോലും. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ചോദിച്ചു അബൂ മാസിൻ്റെതാണോ? അല്ല അബൂ മാസ് എന്തെങ്കിൽ തന്നാ, അല്ലെങ്കിൽ അബൂ മാസ് തരാം. ഇന്ത്യൻ സിറ്റിസനെ വിളിക്കാൻ ബാക്കിയില്ല. പറയുന്നേ നീ കളിക്കണ്ടട ത്രട്ടനെന്ന് പറഞ്ഞാൽ എന്താ ത്രട്ടൻ? ഞാൻ പറഞ്ഞു വാടാ, നിൻ്റെ റൂം അതിൻ്റെ ഉള്ളിൽ, നീ പുറത്തുനിന്ന് കളിക്കുന്നെനിക്ക് വാടാ. വരുന്നില്ല. ആ ലക്ഷ്മി പ്രിയവും ഈ ചങ്ങായും കൂടി നീ കേക്ക് മുറിച്ചിട്ട് കേസ് കൊടുത്തിട്ട് നീ എന്താണ് വിചാരിക്കുന്നത്? ഞാൻ എന്ത് വിചാരിക്കുന്നു? കോടതി വിചാരിക്കും, ഞാനാ വിചാരിക്കല്. അപ്പം ഇബ്രാഹിം ഖേൻ്റെ മോൻ്റെതാണ്. ഇബ്രാഹിം ഖേ ഉണ്ടാവും ചിലപ്പോൾ ഇടാം.